Asylum Learning മക്കളെ അമൃതാംസ് ആണ്. മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, പോളിനോമിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. മക്കളെ ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ബേസിക് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോളിനോമിയൽ, എന്തൊക്കെയാണ് പോളിനോമിയലിന്റെ ഡിഫറെന്റ് പാർട്സുകൾ, അങ്ങനെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. ഓക്കെ, ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു വേരിയബിളും ഒരു കോൺസ്റ്റന്റിനെയും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ വെച്ച് കണക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. എന്തൊക്കെയാണ്? ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഏതും ആവാം, എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം, അങ്ങനെ ഇഷ്ടമുള്ള വേരിയബിളിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഒരു വേരിയബിളും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും, അതിന്റെ വാല്യൂ ഒരിക്കലും മാറത്തില്ല. അപ്പൊ ഒരു വേരിയബിളിനെയും കോൺസ്റ്റന്റിനെയും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ, അതായത് പ്ലസ് ആവാം, മൈനസ് ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, ഇവരെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റെഡി? അപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സാമ്പിൾ ആണ്. 5x മൈനസ് 3. 5x മൈനസ് 3 എന്ന് പറയുന്നത് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുക മക്കളെ, ഇവിടെ 3 എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ആ വാല്യൂ മാറത്തേ ഇല്ല. അത് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ് എന്ന് മിസ് എഴുതിയത് ഒരു വേരിയബിൾ ആണ്, അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു 5 കൂടി ഇരിപ്പുണ്ട് അല്ലെ, എക്സിന്റെ കൂടി ഇരിക്കുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ്. എക്സിന്റെ കൂടി ഇരിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അത് 5 ആണ് ഇവിടെ. റെഡി? ഇനി നോക്കുക, ഈ മൈനസിന്റെ ഇപ്പുറം ഒരു ടേം, ഇപ്പുറം ഒരു ടേം, അതായത് ഇതിനെയാണ് നമ്മൾ ടേംസ് എന്ന് വിളിക്കുന്നത്. 2 ടേമുകളാണ് ഇവിടെ ഉള്ളത്, 2 ടേമുകൾ. ഇവിടെ ഒരു ടേം, ഇതൊരു ടേം. അങ്ങനെ ടേമിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ, ആൾജിബ്രൈക് എക്സ്പ്രഷനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാം? മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്ന് പറഞ്ഞ് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും മോണോമിയൽ എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ ടേം മാത്രമുള്ള നമ്പേഴ്സിനെയാണ്, നമ്പേഴ്സ് അല്ല, ഒരൊറ്റ ടേം മാത്രമുള്ള ആൾജിബ്രൈക് എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് മോണോമിയൽ. ഓക്കെ, 2 ടേമുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ, 2 ടേമുകൾ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. 2 ടേമുകൾ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. ഇനി 3 ആൾക്കാരുണ്ടെങ്കിലോ, അവർ വിളിക്കുന്ന പേരാണ് ട്രൈനോമിയൽ. 3 ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് ട്രൈനോമിയൽ. ഇവിടെ നോക്കുക, ഇവിടെ എക്സും ഉണ്ട്, വൈയും ഉണ്ട് അല്ലെ. എത്ര വേരിയബിൾസാ? 2 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ നോക്കുക, എക്സ് മാത്രമേ ഉള്ളൂ, അത് ഒരൊറ്റ വേരിയബിൾ ആണ്. നോക്കിയാൽ അറിയാലോ അല്ലെ, ഒരു വേരിയബിൾ ആണ്, മറ്റേത് എന്തുണ്ട്, 2 വേരിയബിൾസ് വരുന്നുണ്ട്. അതിന് പ്രശ്നമില്ല. ഇത് മോണോമിയൽ ആണെങ്കിൽ ഒരു ടേം, ബൈനോമിയൽ ആണെങ്കിൽ 2 ടേം, ട്രൈനോമിയൽ ആണെങ്കിൽ 3 ടേം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ അപ്പൊ 4 ടേം ആണെങ്കിലോ, 5 ടേം ആണെങ്കിലോ, 6 ടേം ആണെങ്കിലോ? നമുക്ക് പൊതുവായിട്ട് അവരെ വിളിക്കാം പോളിനോമിയൽ. അവരെ പൊതുവായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? പോളിനോമിയൽ. എന്താ പോളിനോമിയൽ? ആൾജിബ്രൈക് എക്സ്പ്രഷൻ. പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ടേംസ് ഈസ് കോൾഡ് പോളിനോമിയൽ. ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷന് ഒരുപാട് ടേമുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിനോമിയൽ എന്ന്. ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷന് ഒരുപാട് ടേമുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. അപ്പൊ മക്കളെ, എല്ലാ ആൾജിബ്രൈക് എക്സ്പ്രഷൻസും പോളിനോമിയൽസ് ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ എക്സ്പ്രഷൻസിനെയും നമുക്ക് പോളിനോമിയൽ കാറ്റഗറിയിൽ പെടുത്താം. പക്ഷെ അങ്ങനെയല്ല. ഇനി മിസ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം. എല്ലാ ആൾജിബ്രൈക് എക്സ്പ്രഷൻസും പോളിനോമിയൽസ് അല്ല. എന്തുകൊണ്ടാ? അവിടെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. An algebraic expression in which the variable involved have a non-zero negative integral power is called a polynomial. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എക്സിന് ഒരു പവർ ഉണ്ടാവുമല്ലോ, എക്സിന്റെ മുകളിൽ ഇരിക്കുന്ന പവർ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആവണം. ഒരു ഹോൾ നമ്പർ ആവണം. എക്സിന്റെ പവർ എപ്പോഴും ഒരു ഹോൾ നമ്പർ ആവണം. നെഗറ്റീവ് നമ്പേഴ്സോ ഫ്രാക്ഷൻസോ ഒന്നും പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ, അങ്ങനെ ഇവിടെ ഫോർ എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. x² plus
എക്സ് ടു ദ പവർ -1 പ്ലസ് 3 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ എക്സിന്റെ പവർ നോക്കിയേ, -1 ആ. എക്സിന്റെ പവർ -1 വന്നു കഴിഞ്ഞാൽ മക്കളെ അത് എന്തല്ല, പോളിനോമിയൽ അല്ല. ഇത് പോളിനോമിയൽ അല്ല. വേറൊരു എക്സാമ്പിൾ പറയാം. എക്സ് ടു ദ പവർ 1/2 പ്ലസ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്, √x പ്ലസ് എക്സ് സ്ക്വയർ. √x പ്ലസ് എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതിയാലും ഇത് പോളിനോമിയൽ അല്ല. എന്തുകൊണ്ടാ? √x എന്ന് പറഞ്ഞാൽ എക്സ് ടു ദ പവർ 1/2 ആ. ഇങ്ങനെ പവർ, അതായത് വേരിയബിളിന്റെ പവറിന്റെ മുകളിൽ വേരിയബിളിന്റെ പവർ ആയിട്ട്, വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള എടുക്കാം, മിസ് ഇവിടെ എക്സ് എടുത്തു എന്ന് മാത്രം, ഏതും ആയിക്കോട്ടെ, പക്ഷെ വേരിയബിളിന്റെ പവറില് ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സും വരാൻ പാടില്ല, റാഷണൽ ഫ്രാക്ഷൻസും വരാൻ പാടില്ല. അവിടെ ഹോൾ നമ്പേഴ്സ് വന്നാൽ മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റൂ, അതൊരു പോളിനോമിയൽ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് വിത്ത് എന്താണ്, നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ പവർ. അത് ശ്രദ്ധിക്കണം. റെഡി? അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ പവർ, ഒരു പോളിനോമിയലിന് പവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു, അതിനൊരു പേരുണ്ടല്ലോ. ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഡിഗ്രി. എന്താണ് ഡിഗ്രി? നമ്മൾ പഠിച്ച് ഡിഗ്രി എടുക്കണം എന്ന് പറയൂ അല്ലെ? അതേപോലെ പോളിനോമിയലിന് ഒരു ഡിഗ്രി ഉണ്ട്. അത് വേറെ ആരുമല്ല, ദ ഹൈയസ്റ്റ് പവർ ഓഫ് എ വേരിയബിൾ ഇൻ ദ പോളിനോമിയൽ ഈസ് കോൾഡ് ഡിഗ്രി. ഒരു പോളിനോമിയലിലെ ഏറ്റവും വലിയ പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, 5x² പ്ലസ് 3 എന്ന് പറയുന്നതിൽ എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 2. അതുകൊണ്ട് അതിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ദ ഹൈയസ്റ്റ് പവർ ഓഫ് എ വേരിയബിൾ ഇൻ ദ പോളിനോമിയൽ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ. മറന്നു പോകരുത്. ഫോർ എക്സാമ്പിൾ, x³ പ്ലസ് 5x² പ്ലസ് 3 എന്ന് വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഡിഗ്രി എത്രയാ? എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 3. ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 ആണ് ഡിഗ്രി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പവർ. റെഡി? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഈ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സിമ്പിൾ ആണ്. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി 1 ആണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1, ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 2, ക്യൂബിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 3, ബൈ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 4. എക്സാമ്പിൾ പറയാം. ഡിഗ്രി 1 ആവുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് x+2 എന്ന് എഴുതിയാൽ മതി. x+2, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. മിസ് ഒന്ന് കളർ മാറ്റാം. യെസ്, ഇവിടെ നോക്ക, x+2 എന്ന് മിസ് എഴുതി. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാടാ? 1. അതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. നോക്കാം, അടുത്തത് നോക്കാം. x² പ്ലസ് 3x പ്ലസ് 4. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാ? 2. അതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ആണ്. മൂന്നാമത്തത് x³ പ്ലസ് 3x² പ്ലസ് 4x പ്ലസ് 5. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാ? 3. അതുകൊണ്ട് ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് പറയാം. നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. റൈറ്റ്? ഇപ്പൊ ഇത് മനസ്സിലായ മക്കൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പോളിനോമിയൽ താഴെ ടൈപ്പ് ചെയ്ത് വിടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം, ഇഷ്ടമുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് താഴെ പറയാം. ഇനി മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ആൾക്കാർ കൂടി ഉണ്ട്. കോൺസ്റ്റന്റ് പോളിനോമിയൽ. എന്താ കോൺസ്റ്റന്റ് പോളിനോമിയൽ? ഒന്നുമില്ല മക്കളെ, വെറുതെ മിസ് ഒരു നമ്പർ എഴുതി 3 എന്ന് വെറുതെ എഴുതി. ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. എന്തുകൊണ്ടാ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്? പോളിനോമിയൽ കണ്ടെയ്ൻസ് one term only, consisting of a constant is called constant polynomial. ഒരൊറ്റ ടേമേ പാടുള്ളൂ, അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിനെയാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ വരാറുണ്ട്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? അതായത് ഇതിന്റെ കൂടെ ഒരു എക്സ് ഉണ്ടാവുമല്ലോ. ആ എക്സിന്റെ പവർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് ചുമ്മാ മിസ് ഒരു കോൺസ്റ്റന്റ് എഴുതിയാൽ അതിന്റെ കൂടെ ആരുണ്ട്? എക്സ് ഉണ്ട്. എക്സിന് ഒരു പവർ ഉണ്ട് 0.
എക്സ് ടു ദ പവർ 0 എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് 1 ആണ്. അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത്. അപ്പോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എന്താ പറയാ 0 ആണ് എന്ന് പറയാൻ പറ്റണം. റൈറ്റ്? ദ ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. സ്വാഭാവികമായിട്ടും ഇപ്പൊ ചിന്തിക്കും അപ്പൊ 0 ആയാലോ? 0 ആയാൽ അതിനെ വിളിക്കുന്ന പേര് സീറോ പോളിനോമിയൽ. 0 ആയാൽ അതിനെ വിളിക്കുന്ന പേര് സീറോ പോളിനോമിയൽ. എ പോളിനോമിയൽ കൺസിസ്റ്റ് ഓഫ് വൺ ടേം ഓൺലി, നെയിംലി 0 ഉള്ളി. 0 മാത്രം ഉള്ളതിനാണ് സീറോ പോളിനോമിയൽ എന്ന് നാം പറയുന്നത്. അതിന്റെ ഡിഗ്രി എന്തല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. റെഡി? അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ക്വസ്റ്റ്യൻ മിസ് ചോദിച്ചായിരുന്നു, അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ആയിട്ട് പറയാം. അതേപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.